നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ ഇടുക്കിയിലേക്ക് വരുന്ന വഴിയുള്ള കാൽവരി മൗണ്ടിൻ്റെ ഇപ്പുറത്താണ് കേട്ടോ. പത്താമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു കലുങ്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മരവും ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒരു ചെറിയ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നേ. അതിന് മെയിനായിട്ടുള്ള ഒരു കാരണമൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാവേ. ഇവിടെ കണ്ടോ ഒരു കടയൊക്കെ കണ്ടോ, മഞ്ചാടി എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ തുറന്നിട്ടില്ല കേട്ടോ. സഞ്ചാരികളൊക്കെ കുറവായതുകൊണ്ട് ഇവർക്ക് കട തുറന്നാൽ മുതലാവുമല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും തുറക്കാതെ. ഇവർക്ക് തേനൊക്കെ കച്ചവടമുണ്ട്, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടുതൽ നിൽക്കാൻ കാരണം ഇപ്പം മൊത്തത്തിൽ ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാറിനെക്കാട്ടിലൊക്കെ ഒരു തണുപ്പുള്ള സ്ഥലമാണ് ഈ കാൽവരി മൗണ്ട് പത്താമയിലൊക്കെ. അങ്ങ് ദൂരെ നമുക്ക് ഇവിടുത്തെ പള്ളിയൊക്കെ കാണാം. പിന്നെ ആ ഒരു സൈഡിലൊക്കെ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ അങ്ങോട്ട് അക്കരയൊക്കെ കാണാവേ. ഇതിലെ വന്ന ആരായാലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിർത്തി, വണ്ടിയൊക്കെ നിർത്തി, നമ്മളും വേറൊരാളൊക്കെ നിർത്തിയിട്ടുണ്ടേ. ദൂരെ നമുക്ക് ആ പള്ളി കാണാം. പള്ളിയോട് ചേർന്ന് അവിടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂള് കാണാം. പിന്നെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീവൻ ടീ എന്ന് പറയുന്നൊരു കമ്പനിയുടെ തേയിലത്തോട്ടവും തേയില ഫാക്ടറിയൊക്കെയാണ്. തങ്കമണിക്ക് പോകുന്ന വഴിക്കാണ് അവിടെ ഒരു ചെറിയ കുരിശുപള്ളിയൊക്കെ ഉണ്ടോ. അങ്ങനെ കുറേ ദൂരക്കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടേക്കൊക്കെ നമുക്ക് കുറേ മലനിരകളൊക്കെ കാണാം. ഇപ്പം നിലവിൽ ആളൊക്കെ കുറവാണ് കേട്ടോ. ടോപ്പിലൊരു കുരിശുമലയൊക്കെ ഉണ്ടേ, മുകളിലൊരു റിസോർട്ട്, ഇവിടെ എന്താ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ദൂരോട്ട് കാണാവുന്ന കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ടൊക്കെ ഒരു വ്യൂ പോലെയൊക്കെ കാണാം കേട്ടോ. ഇടുക്കിയിൽ ഇഷ്ടം പോലെ കാഴ്ചയല്ലേ. ഇതുണ്ടോ ഇങ്ങനെ നോക്കി, അവിടെയാ കാണുന്ന ഒരു റിസോർട്ടൊക്കെയാണ്. നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടില്ലേ, അതിൻ്റെ ഒരു അടുത്ത കാഴ്ച. കാൽവരി മൗണ്ട് സിറ്റിയുടെ ഒരു കാഴ്ച കാണാം കേട്ടോ. കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇതിങ്ങനെ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി. പിന്നെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന ഈ താഴത്തെ വഴിക്കാണേ. എന്താ താഴത്തെ സെൻറ്റ് ജോർജ് പള്ളിയുടെ ഒരു കുരിശുപള്ളിയാണ്. ഇവിടെ പുതിയതായിട്ട് എന്തോ ഒരു അഡ്വഞ്ചറായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അതിനുള്ള പരിപാടികളൊക്കെ ഉണ്ടോ, നാച്ചുറലായിട്ടുള്ള എന്തൊക്കെയോ നല്ല ആർട്ടിഫിഷ്യലായിട്ടൊക്കെ കുറേ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പം അടുത്തൊരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത്. നോക്കാമല്ലേ, എന്തായാലും കൊള്ളാം ഇത്. അങ്ങോട്ട് നല്ല വ്യൂ ആണ്. ആ വ്യൂവിന് അവിടെ അവർ മച്ചിങ് ഗാലറിയൊക്കെ പണിയുന്നുണ്ട്. കാൽവരി മൗണ്ടിലെ ഹൈസ്കൂളാണ് ദൂരെ കാണുന്നുണ്ടോ. ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെ കാൽവരി മൗണ്ട് പള്ളിയുടെ അവിടെ എത്തിയേ. ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുവരാം നമുക്ക്. കാൽവരി മലയുടെ കീഴെ കാൽവരി മൗണ്ട് പള്ളി ഇതുണ്ടോ, ഈ കാണുന്നതാണ് കാൽവരി മൗണ്ട് പള്ളി. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമുക്ക് യേശുവിൻ്റെ ജനനം മുതൽ കുരിശുമരണം വരെയുള്ളൊരു ഉയർപ്പ് വരെയുള്ളൊരു കുറേ സംഭവങ്ങൾ അതിനുള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാഴ്ചയൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കണ്ടിട്ടുള്ള. ഇന്നിപ്പോൾ അവിടെ ആരോടെങ്കിലും ചോദിക്കണമായിരിക്കും കയറണമെങ്കിൽ. നല്ല ഭംഗിയിലാണോ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലവും പള്ളിയൊക്കെ കൂടെ കാണാനേ. അപ്പോൾ അവിടെ കയറിയിട്ടേ നമ്മളെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് എടുക്കാൻ പറ്റിയാലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടേ. അത് കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. സ്കൂളിൻ്റെ ഗ്രൗണ്ടാണേ. ഇതിൻ്റെ അങ്ങേ അറ്റത്തുണ്ടല്ലോ കുറേ പൈൻമരങ്ങൾ നിന്നിപ്പോൾ ഉണ്ടേ. കണ്ടോ പൈൻമരങ്ങൾ നിൽക്കുന്നത്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ചെറിയ ഒരു ടൈപ്പ് പൈൻമരങ്ങളാണ് അതെല്ലാം. ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ, നല്ല ഭംഗിയിലാണ് കാണാനായിട്ട്. ബോഗൺവില്ലയൊക്കെ പൂത്ത് കുറേ ചെടികളും ആ മനോഹരമായ വീടും ഒക്കെ അല്ലേ. ഇപ്പം നമ്മൾ ഈ കൂട്ടക്കല്ലെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ എല്ലാ റിസോർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല ചെറിയ വീടുകളും ഒക്കെ ഉണ്ട്. നല്ലൊരു ഗ്രാമം കൂട്ടക്കല്ല് ജംഗ്ഷൻ. ഇവിടുന്ന് വലത്തോട്ട് പോയാലൊക്കെ കട്ടപ്പനയ്ക്കൊക്കെ പോകട്ടോ, തങ്കമണി പാറക്കട ഭാഗ വഴി. നമ്മളിപ്പോൾ പോകുന്നത് തങ്കമണി റൂട്ടിലോട്ടാണേ. ഇവിടെ ചെറിയ റോഡാണ് കേട്ടോ. ചെറിയ റോഡാണേലും വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. തങ്കമണി ചെന്നിറങ്ങിയിട്ടേ അവിടുന്ന് പല വഴിയായിട്ട് തിരിച്ചു പോകും. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരെണ്ണം പണി നടക്കുന്നതൊക്കെ. ഇവിടുന്ന് നോക്കി അക്കരയ്ക്ക് നല്ല വ്യൂ കിട്ടും കേട്ടോ. അങ്ങ് ദൂരെ പ്രകാശിലെ ടവറൊക്കെ കാണാവേ. കണ്ടോ താഴ്വാരത്തിൽ കൂടെ വീടുകളൊക്കെ ഇരിക്കുന്നു നോക്കി. അതുപോലെ തന്നെ ഇവിടെ നല്ല മനോഹരമായൊരു ചെറിയ തേയിലത്തോട്ടമുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ഈ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ നല്ല കൊളുന്തെടുക്കാറായി നിൽക്കുക, നല്ല പച്ചപ്പായിട്ട്. ഇവിടെ ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടുള്ള ഒരുപാട് ദൂരക്കാഴ്ച നമുക്ക് കിട്ടാത്തത്.
ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിയുമ്പം നമ്മളതിലേ വന്ന് ആ കാൽവരി മൗണ്ടിന് താഴെയുള്ള സെൻറ്റ് ജോർജ് പള്ളിയൊക്കെ ഇതുണ്ടോ, പള്ളിയുടെ ആ മുഖവാരമൊക്കെ കാണാവേ. സെൻറ്റ് ജോർജ് അല്ല, മലയുടെ മുകളിൽ ആ കാണുന്നുണ്ടോ, അവിടെ ഒരു കുരിശടിയൊക്കെ ഉണ്ട്. തെക്കുവെള്ളിയാഴ്ചയൊക്കെ മല കയറുന്ന അവിടെ. ഈ തേലിച്ചെടികളുടെ കാഴ്ച നല്ല ഭംഗിയാട്ടോ. ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴേ ഇവിടെ ഒന്ന് നോക്കിയേ, അങ്ങ് ദൂരോട്ടൊക്കെ ഉള്ള കാഴ്ചകളുണ്ടോ. ഓ, ആ മലയുടെ മുകളിൽ കൂടെ ഒക്കെ വീടുകളൊക്കെ കെട്ടിടങ്ങളൊക്കെ ഇരിക്കുന്ന നോക്കി. ഒരു ഏരിയ മൊത്തം കാണാം കേട്ടോ. അങ്ങ് തോപ്രാംകുടി മുതൽ അങ്ങനെ എന്തേരം ദൂരത്തുള്ള സ്ഥലങ്ങൾ കാണാൻ നോക്കി. നമ്മൾ ആ കാൽവരി മൗണ്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ കടയിൽ അവിടെ നിന്ന് വീഡിയോ തുടങ്ങിയപ്പോൾ കണ്ടൊരു കപ്പേളയൊക്കെ ഇല്ലേ, ആ കപ്പേളയുടെ അടുത്തെത്തി നമ്മൾ കേട്ടോ. ഇവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി പോയി ഇടുക്കി ഭാഗത്തോട്ടൊക്കെ പോകാം. ഈ വലത്തോട്ട് കിടക്കുന്ന ആ വഴിക്കാണ് നമ്മൾ പോകുന്നത്, തങ്കമണി റൂട്ട്. ആ വീട് കാണാൻ എന്നാ രസം നോക്കിയാൽ, തേയിലത്തോട്ടത്തിനകത്തല്ലേ, നീല കളറൊക്കെ ആയിട്ടേ. ഇവിടെയും കുറേ ഭാഗത്ത് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളാണ്, ഒത്തിരി വലുതൊന്നുമല്ല. ആ വീട് നല്ല രസം തന്നെയുണ്ട് കേട്ടോ, നീല കളറും പച്ച തേയിലത്തോട്ടവും. ആ ഒരു തേയിലത്തോട്ടം കണ്ടോ, അതിൻ്റെ മുകളിലുള്ള റോഡാണ് നമ്മളിങ്ങോട്ട് വന്നത് കേട്ടോ. ഇവിടെ ഒന്ന് നോക്കിയാൽ അവിടെ ഒന്ന് നോക്കിയാൽ അവിടെ നല്ല വ്യൂ ആണ്. അല്ല, ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ. അതിൻ്റെ താഴ്വാരത്തിലായിട്ട് ഏലത്തിൻ്റെ കൃഷിയുണ്ട്. അവിടെ നല്ല ഭംഗിയുള്ളൊരു വീടുണ്ട്. ഇവിടെ വന്ന് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ടല്ലോ. ചില സമയത്ത് കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന പോലെ തോന്നും കേട്ടോ. നമ്മൾ ആദ്യം ഒന്നും കാണുന്നതല്ല ഇത്. തങ്കമണി ഭാഗത്തെ ഗ്രാമക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ്. ആ ഒരു പാറ ഉണ്ടോ, അതിന് മുകളിലാണേ തങ്കമണി അമ്പലമേട്ടിലെ അമ്പലം ഇരിക്കുന്നത്. ഈ താഴെ ഈ താഴ്വാരത്തിലൊക്കെ ഉണ്ടോ, അവിടെയൊക്കെ നോക്കി ഒരു വീട് ഇരിക്കുന്നൊക്കെ. ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ ഒരു വഴി കിട്ടിയേ. ഈ വഴിക്കൂടെ ഞാനത് കയറി നോക്കാമെന്ന് ചോദിച്ചു. ഈ വഴി എങ്ങോട്ട് പോകുന്നതെന്നറിയില്ലോ. നമ്മൾ അപ്പുറത്തൂടെ നേരെ ഇറങ്ങി വന്ന വഴി പോകുന്നത് നേരെ തങ്കമണി സിറ്റിയിലോട്ടായിരുന്നു. ഈ ഒരു വഴി ഞാൻ ആദ്യമായിട്ട് കയറി വരുക. എന്തായാലും നല്ല ഗ്രാമഭംഗിയൊക്കെ ഉള്ളൊരു വഴിയല്ലേ, നമുക്കിതിലേ അങ്ങ് പോവാം. ഇപ്പം നമ്മൾ വന്നിറങ്ങിയ സ്ഥലം കാമാക്ഷി ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. ആ കാണുന്ന കാമാക്ഷി ഹൈസ്കൂളാണ്, ഗവൺമെൻറ് ഹൈസ്കൂളാണ് ആ മുകളിൽ കാണുന്നത്. അതിൻ്റെ ഗ്രൗണ്ടൊക്കെയാണ്. ഇവിടെ കാണുന്നത് കാമാക്ഷി കുടുംബാരോഗ്യ കേന്ദ്രം. കാമാക്ഷി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് ഈ തങ്കമണി ഇതൊക്കെ. അപ്പോൾ ഈ വഴിക്കൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരും കേട്ടോ. നല്ലൊരു ലൊക്കേഷൻ നോക്കി, നല്ല പടർന്നു നിൽക്കുന്ന മരങ്ങളും ഒക്കെ ആയിട്ട്. ഇവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. കാമാക്ഷിയിൽ സെൻറ്റ് മേരീസ് പള്ളിയാണ്. ഇതാണ് പള്ളി. ഈ ഒരു വഴിക്കൊന്നും നമ്മൾ വന്നിട്ടില്ല കേട്ടോ. താഴത്തെ കാമാക്ഷി ആ ഒരു ചെറിയ ടൗണുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയാണ്. വരുമ്പോൾ ഇങ്ങനെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിലേ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. നല്ല പച്ചപ്പാർന്ന ഗ്രാമം. നമ്മൾ ആ മോളിൽ കാണുന്ന വഴി ഇറങ്ങിയത് കേട്ടോ. വലത്തോട്ടുള്ള വഴി തങ്കമണിക്കുള്ളതാണ്. നമ്മൾ കാമാക്ഷി ടൗണിലോട്ടാണ് ഇനിയിപ്പോൾ ഇറങ്ങി ചെല്ലുന്നത്. അങ്ങ് ദൂരെയായിട്ട് ആ നമ്മൾ നേരത്തെ കണ്ട വലിയ പാറക്കെട്ടും ആ അമ്പലം ഇരിക്കുന്ന അതിൻ്റെ മുകളിലൊക്കെയാണ്. ഈ ഭാഗമൊക്കെ കണ്ടോ എത്ര ഹൈറ്റില്ല. അതിന് മുകളിലൊരു അവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. മുന്നിലുള്ള കാമാക്ഷി ടൗണാണേ. ഇവിടെയൊക്കെ നല്ല ഇതായി കേട്ടോ, നല്ല മനോഹരമായ വീടുകളും കടകളും ഒക്കെയാണ് മുന്നോട്ട്. കാമാക്ഷി ടൗണ്. ഇപ്പോൾ ഉച്ച സമയം, ഈ സമയം നല്ല ചൂടുള്ള സമയമുണ്ട്, കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. വൈകുന്നേരമല്ല രാവിലെയൊക്കെ ഇവിടെ കടകളൊക്കെ കൂടുതലും തുറക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കട്ടപ്പനയ്ക്കാണ് പോകുന്നത് കേട്ടോ. കട്ടപ്പന റോഡാണ് ഇത്. കട്ടപ്പനയിലേക്ക് നേരെ ഇരട്ടയാറിലും ഇരട്ടയാറ്റിൽ നിന്ന് കട്ടപ്പനയിലും ഇങ്ങനെയാണ് ഈ റോഡ് പോകുന്നത്. അടുത്തിനിപ്പോൾ പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം വരുവേ. കാമാക്ഷി പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ്. ഇതിൻ്റെ തൊട്ടുപുറത്തായിട്ട് പാറക്കടവിലെ അന്നപൂർണേശ്വരി അമ്പലമാണ് ഇതിൻ്റെ മുകളിലുള്ള ഗുരുദേവ അമ്പലം, ഗുരുദേവ അന്നപൂർണേശ്വരി അമ്പലം. അവിടെ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. സ്റ്റേജ് എന്തൊക്കെ ഇട്ടുണ്ട്. മീനപ്പൂര മഹോത്സവമൊക്കെ ഇവിടെ ഭയങ്കര ഉത്സവമാണ്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ പാറക്കടവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ടൗണുണ്ടേ, അവിടെ ചെല്ലാം. താഴെ കണ്ടോ വാഴക്കൃഷിയൊക്കെ ഉണ്ടോ. ഇവിടെയൊക്കെ ആദ്യം വാഴക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് നോക്കിയാൽ അവിടെയെല്ലാം നിറച്ചും വാഴക്കൃഷിയല്ലേ. എവിടെയാണ് വാഴയില്ലാത്ത? വാഴയും തെങ്ങുമാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ കേരളത്തിലും അധികം കൃഷിയൊന്നും ഇല്ല. ഇവിടെ കണ്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കെട്ടിടമായത് കേട്ടോ. ഇതിനോട് ചേർന്ന് നല്ലൊരു തണൽ മരമൊക്കെ ഉണ്ടേ. പാറക്കടവ് സിറ്റി ഇതാണ് കേട്ടോ.
ആ പച്ചപ്പം നോക്കിയേ, ഇതൊക്കെ ഒരു സൈഡിൽ കണ്ടമാണേ. ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ ഇരട്ടയാർ, അല്ല അതിനിപ്പുറം നമുക്ക് നാലുമുക്കൊക്കെ. കട്ടപ്പനയിൽ നമുക്ക് ഇടുക്കിക്ക് വരാനുള്ള ഒരു എളുപ്പ വഴിയായിരുന്നു കേട്ടോ. വഴിയൊക്കെ ആയിട്ടൊരു 5-6 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ ഇതുപോലെ ആയിട്ട്. ഈ ഒരു റോഡിലായിരുന്നു പണ്ട് തങ്കമണി സംഭവമൊക്കെ ഉണ്ടായ വഴിക്കുള്ള ബസ്സൊക്കെ ഓടിയത്. നമ്മൾ ആ പാറവണ എന്ന് പറഞ്ഞ സ്ഥലം കടന്നു പോയേ, അവിടെ വരെ പണ്ട് ബസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വാഴക്കൊലകളൊക്കെ നിൽക്കുന്നുണ്ടോ, കൊലച്ചെല്ലാം റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. എന്താ ഭംഗി നോക്കി, ചെറിയ ചെറിയ കൊലകളൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചാൽ. ഓ ഇത് ഓണത്തിനൊക്കെ മുമ്പേ കൊത്തിപ്പോകുന്നതാണെന്ന് തോന്നുന്നു. ഓണത്തിന് ഇനിയില്ലേ കുറേ. വൈകുന്നേരമൊക്കെ ഈ വഴിക്ക് വന്നാൽ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തായതുകൊണ്ടാണ് വാഹനങ്ങളൊക്കെ കുറവ്. ഈ വീടിന് ചേർന്ന് നല്ല ഭംഗിയുള്ള വീടുകളും കൂടെ വരുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ബസ്സൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വീടിൻ്റെ സൈഡിൽ കൊണ്ട് എന്ത് പൂക്കളായിരിക്കും നോക്കി. നാലുമുക്ക് സെൻറ് ആൻ്റണീസ് പള്ളി. ഒരിടയ്ക്കൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര ആളായിരുന്നു കേട്ടോ, ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട്. അങ്ങനെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ. ഇപ്പോൾ ഇവിടെ അങ്ങനെ അധികം ആളെയൊന്നും അധികം കാണാറില്ല. പിന്നെ ഇവിടുന്ന് ആ ഒരു ജംഗ്ഷനിൽ വലത്തോട്ട് പോയാൽ നമുക്ക് നാലുമുക്ക് ജംഗ്ഷനിലോട്ട് ചെല്ലാം. നേരെ പോയാൽ നമുക്ക് ശാന്തിഗ്രാം ആ ഒരു റൂട്ടിലോട്ടൊക്കെ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെയുള്ള വഴിക്ക് തന്നെ പോകുന്നത് കേട്ടോ. നേരെ ശാന്തിഗ്രാം ഇരട്ടയാർ ആ റൂട്ടിലാണേ. വെയിലിൻ്റെ ചൂട് കുറയുന്നില്ല കേട്ടോ, നല്ല കടുകട്ടി ചൂടാണ്. ഇപ്രാവശ്യം ഇന്ത്യയിൽ 45 ഡിഗ്രി ചൂട് വരുമെന്നാണ് ഇച്ചിരി മുമ്പേ വാർത്ത കണ്ടതേ. ഓ എന്തൊരവസ്ഥയായിരിക്കും അല്ലേ, 50-ന് കരിഞ്ഞു പോകും എല്ലാം കൂടെ ചൂട് കാരണം. വണ്ടി ദുരിതരാ വരുന്നുണ്ട് കേട്ടോ. മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് കുറയാൻ തുടങ്ങുമേ. ഈ ഏപ്രിൽ മാസം ഇനി 2 ആഴ്ചക്കുള്ളിലാണ് ഇത്രയും ഭയങ്കരമായിട്ട് ചൂട് വരുമെന്ന് പറഞ്ഞേ. അപ്പോൾ അന്നേരം പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇനി നമ്മൾ ചെല്ലുന്നത് ശാന്തിഗ്രാമിലോട്ടാണേ. ശാന്തിഗ്രാമിന് പിന്നെ നമ്മൾ നേരെ പോവാം ഇരട്ടയാർ. അവിടെ കൊണ്ടൊക്കെ വീഡിയോ തീർക്കണം. മനുഷ്യൻ എത്ര കാലം മുമ്പ് കുടിയേറിയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഇതുപോലെ കൃഷിഭൂമി പോലെ ആക്കിയെടുത്തല്ലേ. ഈ കാട്ടുമൃഗങ്ങളോടൊക്കെ പടപൊരുതിയൊക്കെ. ഇത് നല്ലൊരു അമ്പലമൊക്കെ ഉണ്ട് മുകളിൽ. താഴെ ഇരുന്ന അമ്പലം ഒരു മുകളിലോട്ട് മാറ്റുക. ഒരു ഗുരുമന്ദിരം മുകളിലൊരു ഇപ്പോൾ ഒരു ക്ഷേത്രം പുതുതായിട്ട് വന്നിട്ടുണ്ട്. ശാന്തിഗ്രാം. ശാന്തിഗ്രാം സിറ്റിയിലേക്കുള്ള കയറ്റമാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ശാന്തിഗ്രാം സിറ്റി ചെയ്തു കേട്ടോ. നേരെ പോയാൽ കുറച്ച് കഴിഞ്ഞ് ഇടത്തോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഇരട്ടയാർ നോർത്ത് എഴുകുമ്പയിൽ കൂടി നെടുങ്കണ്ട പോകാം. ഇപ്പോൾ കാണുന്ന ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് ഇടിഞ്ഞമലയ്ക്ക്, പിന്നെ നേരെ പോയാൽ നമുക്ക് കട്ടപ്പന. അങ്ങനെ 3-4 വഴി പോകുന്ന ഒരു സ്ഥലമാണ് ഇതേ. അപ്പോൾ നമ്മൾ ശാന്തിഗ്രാമം എന്നൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ചേട്ടൻ്റെ കടയിൽ കയറി. നമ്മൾ മിക്കാറും വരുന്നത് ഇതിങ്ങനെ എടുക്കാറില്ല, ഇന്നൊന്ന് എടുത്തേക്കാന്ന് വെച്ചു. ഈ കടയിലെ ചേട്ടനാണിത് കേട്ടോ. ഞാനിതിലെ വന്നാൽ എപ്പോഴും ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പോകും. ഇപ്പോൾ ഇതിലെ വന്നിട്ട് ഇപ്പോൾ ഒരുപാടായി. ഇന്നിങ്ങനെ വന്നൊരു കടിഞ്ഞായ മേടിച്ച് ഒരു സുഖിയം മേടിച്ച് കഴിച്ചിട്ടൊക്കെ പോവാം. നാടൻ ചെറുകടികളൊക്കെ കിടക്കുന്നുണ്ടോ. സുഖിയൻ, ബോണ്ട, ഉള്ളിവട, ഉഴുന്നുവട, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ശാന്തിഗ്രാം സിറ്റി ഇതാണ് കേട്ടോ. നമ്മൾ ചായ കുടിച്ച കടയുടെ തിണ്ണാലേ അപ്പം നിൽക്കുന്നത്. അതാണ് കേട്ടോ നമ്മൾ ചായ കുടിച്ച കട. പഴയ മോഡലൊരു കടയാണ്. ഇവിടെ കുറേ പഴയ മോഡലുള്ള കെട്ടിടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇരട്ടയാർ ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇരട്ടയാർ നിക്കര ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇരട്ടയാർ പാലം അവിടെ കാണാം. പിന്നെ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി കിടക്കുന്ന ഭാഗങ്ങളാണ്. നല്ല മഴക്കാലത്തൊക്കെ ഇരട്ടയാർ ഡാം റിസർവോയറൊക്കെ. ഇങ്ങനെ അങ്ങ് പോയാൽ ഡാമിൻ്റെ അങ്ങേ സൈഡിലോട്ടൊക്കെ ചെല്ലാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് അധികം പോകുന്നില്ല. ഇരട്ടയാർ പള്ളിയാണ് ആ കാണുന്നത്, ആ തെങ്ങുംതോപ്പിൻ്റെ ഉള്ളിലേ. കുറച്ചുകൂടെ വെയിലൊക്കെ താന്നിട്ടാണെങ്കിലുണ്ടല്ലോ ഇതിലേക്ക് എങ്ങനെ നടന്നങ്ങ് പോകാനൊരു രസമുണ്ടേ. കുറേ വീടുകളൊക്കെ ഉണ്ട് ഇതിന് സൈഡിൽ കൂടെ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹൈപ്പൊക്കെ ചെയ്യുക. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് പിന്നെ കാണാവേ.